ഹലോ ഡിയാസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് മാനന്തവാടി പോവാണ്. അപ്പോൾ സായു ഇത് മുമ്പിലിരിക്കുന്നുണ്ട്. ചെറിയ തല കണ്ട സായു ആണ്. അപ്പം ഇതൊക്കെ എൻ്റെ ഓരോ പ്രഹസനങ്ങളാണ്. നമ്മളൊരു കുഞ്ഞാവനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഷർട്ട് വാങ്ങാം, സെറ്റർ വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പാൻറ്റും ഷർട്ടും പോലത്തെ ഒരെണ്ണം എടുക്കാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ അവിടെ അതില്ലായിരുന്നു. റോംബർ ടൈപ്പ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുണ്ടോ ഈ ഒരു മോഡൽ, അതായത് ഫുൾ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്, തൊപ്പി പാൻറ്റ് ഷർട്ട് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരെണ്ണം എടുത്തു. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മറ്റേതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ പാൻറ്റിൻ്റെയും ഷർട്ടും സെപ്പറേറ്റ് വരുന്നതില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് തന്നെ എടുത്തു. ഞാനിപ്പോൾ മറ്റേതുണ്ടോയെന്ന് ചോദിക്കുകയാണെ, അവിടെയാണ് നല്ല തിരക്കുമായിരുന്നു. പോരാത്തതിന് പുറത്ത് നല്ല മഴയും. അപ്പോൾ ആ ചേച്ചി എല്ലാം ഇങ്ങനെ എടുത്തൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ കിട്ടിയാൽ അതെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നോക്കി. പക്ഷേ അത് ഒരെണ്ണം കിട്ടി, ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് കളർ എടുത്തതിൻ്റെ. ഇപ്പോൾ കണ്ടില്ലേ ഇത്. പക്ഷേ അത് ഭയങ്കര വലുതായിരുന്നു. ഒരു 2 വയസ്സൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന വലുപ്പം ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഈ ന്യൂ ബോണിന് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ആണെങ്കിൽ മഴ ടൈം ആയതുകൊണ്ട്. പിന്നെ നമ്മളവിടെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ കാണിക്കാൻ അവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഞാനന്ന് വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി, നല്ല പെരും മഴയായിരുന്നേ. നമ്മളപ്പോൾ മാനന്തവാടി ബിഗ് ബസാറിൽ കയറിയിട്ടാണ്. ഇത് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, പക്ഷേ അടിപൊളി സാധനങ്ങളാട്ടോ. അപ്പോൾ അവിടെ കുറേ നൈറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നൈറ്റിയൊക്കെ ഭയങ്കര റേറ്റും, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. ഈ ഒരു ഗെയിം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പോൾ കാണിച്ചത് പണ്ടത്തെ ഗെയിം. പക്ഷെ അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ട് സായുവിനും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സിൻ്റെ ഈ പോട്ട് അത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ, പക്ഷെ വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇത് ഉണ്ണിയേട്ടൻ വർക്ക് ചെയ്തൊരു ഹോട്ടലാട്ടോ. എന്താ റോയൽ സ്പൈസസ് പേര്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്ന കാണുമ്പോൾ സായുവിനും ഇതുപോലെ എന്നെപ്പോലെ തന്നെ ഭ്രാന്താണ് അവനും. ഇങ്ങനെ ഫോണിലിങ്ങനെ ഓരോന്ന് കാണിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ കാണിച്ചു കൊടുക്കണം. അവൻ വാങ്ങിയ ബോള്, അവൻ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിന് ഗ്ലാസ്സൊക്കെ നേരത്തെ എടുത്ത് കാണിച്ചത് അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. പക്ഷെ പിന്നെ അത് അവന് കാണിച്ചു കൊടുക്കും വേണം. അതാണ് ഈ ഒരു ബോൾ വാങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ രാത്രി ഇതിങ്ങനെ എടുത്ത് കാണിക്കും എന്ന് വിചാരിച്ചു. അതായത് ഇതിന് ലൈറ്റ് ഇരുട്ടത്ത് വെച്ചാൽ നല്ല ബ്രൈറ്റായിട്ട് കാണുന്ന അങ്ങനത്തെ ഒരു കളർ പോലില്ല. പക്ഷെ അതല്ല, പറ്റിച്ചു. അങ്ങനെ അച്ഛനും മോനും അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. കാരണം ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. ആ ഒരു സമയത്ത് വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്ന അച്ഛനും മോനും. അങ്ങനെ എൻ്റെ സാധനം വന്നു. ഞാൻ ബട്ടർ നാനും ബട്ടർ ചിക്കനും കഴിക്കാനാണ് കയറിയത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ ബട്ടർ നാൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പൊറോട്ടയും ഹണി ചില്ലി അത് വാങ്ങി. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. മിററിൻ്റെ മുമ്പിലായിരുന്നു കേട്ടോ ഇത്. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എൻ്റെ ഹെയർ ലെങ്ത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഞാനത് നല്ലോണം ഷോർട്ടാക്കി വെട്ടിയിരുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഒരു നൈറ്റി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നൈറ്റി എടുത്ത് അങ്ങനെ വീട്ടിലെത്തിയിട്ടോ എല്ലാം പറിച്ചറിഞ്ഞ് എനിക്കിങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അങ്ങനെ തലവേദനയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത്. സായു പിന്നെ ഈ ഫോണിൽ തന്നെയായിരുന്നു, ഈ ഒരു ഗെയിം തന്നെയായിരുന്നു. അതിങ്ങനെ ഞെക്കി അതിൻ്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിങ്ങനെ എന്നോട് ഞെക്കി തരാൻ പറയും. പിന്നെ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ചെല്ലും. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്, സായു ഉറങ്ങണ്ടേ എന്നൊക്കെ. കാരണം എന്തെങ്കിലും ഒരു പുതിയ സാധനം കിട്ടി അവന് ഉറങ്ങാൻ പിന്നെ ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ നേരം ഇവരെ കുറേ കളിയും. ഇതിങ്ങനെ കാണുമ്പോൾ പേടിയാവും, പക്ഷേ ഇതിവിടെ പതിവാണ്. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പൊക്കത്ത് ഇങ്ങനെ എടുത്ത് എറിയുന്നത്. ചിലപ്പോൾ കാണുന്നവർ പറയും അങ്ങനെയൊന്നും ചെയ്യരുത്, എങ്ങനെ നിലത്ത് വീണാലോ. പക്ഷേ അത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം നിലത്ത് വീഴുന്ന വെച്ച് നമ്മളാരും ചെയ്യില്ലല്ലോ. അപ്പോൾ ഗെയിമിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഏകദേശം 10:30 11 കണ്ടാവാനായി. അപ്പം ഞാൻ ഇങ്ങനെ സായിനോട് ചോദിക്കുന്നുണ്ട്, സായി ഉറങ്ങാതെ. അപ്പോൾ അവനെന്താ നിൽക്ക് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. അപ്പോൾ ഞാൻ ശനി ഉറങ്ങിയാലോ. അപ്പോൾ അവന് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.